അതിതന്ത്രപരമായ നീക്കം നടത്തിയിരിക്കുകയാണ് DK ശിവകുമാർ. ഒന്നല്ല രണ്ടല്ല ഒറ്റയടിക്ക് DKയുടെ മാസ്റ്റർ പ്ലാനിൽ കോൺഗ്രസിലേക്ക് എത്തിയത് 16 നേതാക്കളാണ്. അതുമാത്രവുമല്ല, മോദി കോട്ട പൊളിച്ചെടുത്ത 4 BJP നേതാക്കളെയും എത്തിച്ചു. ജനതാദൾ എസ് നേതാവ് HD ദേവഗൌഡയുടെ ശക്തി കേന്ദ്രമായ ഹസനിൽ നിന്നും തന്ത്രപരമായ നീക്കം നടത്തിക്കൊണ്ടാണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ 12 JDS നേതാക്കളെ കോൺഗ്രസിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കുക എന്ന ലക്ഷ്യമായിട്ടാണ് ശിവകുമാറിന്റെ നീക്കമെന്ന് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. 4 BJP നേതാക്കളും കോൺഗ്രസിൽ ചേർന്നു. ദേവഗൌഡ കുടുംബത്തിലെ 2 വശങ്ങളും നമ്മൾ കണ്ടതാണ്. 2028 ഹസനിലെ 7 നിയോജക മണ്ഡലങ്ങളിലും നമ്മൾ വിജയിക്കുമെന്നാണ് DKയുടെ പ്രതിജ്ഞ. ഹസൻ ജില്ലയിൽ 7 നിയോജക മണ്ഡലങ്ങളാണുള്ളത്. ഇതിൽ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് 2023 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയിക്കാനായത്. ബാക്കിയുള്ള സീറ്റുകളിൽ 4 JDSും 2 BJPയുമാണ് വിജയിച്ചത്. ജനതാദൾ എസ് BJP സഖ്യം വിജയിക്കില്ല എന്നും DK പറയുന്നുണ്ട്. മറ്റ് ജനതാദൾ എസ് നേതാക്കളോട് കോൺഗ്രസിൽ ചേരുവാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. ജനതാദൾ എസിൽ ഭാവിയില്ല എന്നും അതൊരു പാർട്ടിയല്ല എന്നും അത് വെറും ഒരു കുടുംബം മാത്രമാണെന്നാണ് DKയുടെ അഭിപ്രായം. എന്റെ സഹോദരനെ പരാജയപ്പെടുത്താൻ JDS ദേശീയ അധ്യക്ഷന്റെ മരുമകനെ BJP സ്ഥാനാർത്ഥിയാക്കിയെന്നും DK പറയുന്നുണ്ട്. ദേശീയ അധ്യക്ഷന്റെ ചെറുമകനെ പരാജയപ്പെടുത്താനാണ് താൻ യോഗേശ്വറിനെ കൊണ്ടുവന്നതെന്നും DK പറയുകയാണ്. DKയുടെ ഈ നീക്കം യഥാർത്ഥത്തിൽ കോൺഗ്രസ് പിളരുമെന്ന് പ്രവചിച്ചവർക്കുള്ള മറുപടി തന്നെയാണ്. കാരണം ഏകദേശം ഫെബ്രുവരി മാസത്തിലായിരുന്നു കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉടൻ കോൺഗ്രസ് വിടുമെന്ന് BJP പ്രവചിച്ചത്. പക്ഷേ DK പോയില്ലെങ്കിലും അവരുടെ നേതാക്കൾ കുത്തിയൊഴുകിയാണ് കോൺഗ്രസിലേക്ക് എത്തിയത്. മഹാരാഷ്ട്രയിൽ ശിവസേനയെ പിളർത്തിയ ഏക്നാഥ് ഷിൻഡെയുമായിട്ടാണ് DK ശിവകുമാറിനെ അന്ന് BJP താരതമ്യപ്പെടുത്തിയത്. ഷിൻഡെയെ പോലെ നിരവധി കോൺഗ്രസുകാരുണ്ട്. DK ശിവകുമാർ അവരിൽ ഒരാളാകുമെന്നും കർണാടക പ്രതിപക്ഷ നേതാവ് R അശോകയാണ് ആരോപണം ഉന്നയിച്ചെത്തിയത്. ശിവകുമാർ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന പരോക്ഷമായ ആരോപണമായിരുന്നു അശോക DKക്കെതിരെ ഉന്നയിച്ചത്. അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് സംഘപരിവാർ ബന്ധം ആരോപിക്കപ്പെടുന്ന ഇഷ ഫൗണ്ടേഷന്റെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത മഹാശിവരാത്രി ആഘോഷത്തിൽ DK പങ്കെടുത്തതിന് പിന്നാലെയാണ് കോൺഗ്രസിനുള്ളിൽ ശിവകുമാറിനെതിരെ അതിർത്തി ഉണ്ടായെന്ന് പറഞ്ഞത്. കൂടാതെ അതിനു മുൻപ് പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിലും ശിവകുമാർ പങ്കെടുത്തിരുന്നു. ഇതിന് പിന്നാലെ പാർട്ടിയുമായി അകലുകയാണെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചു വന്നു. എന്നാൽ BJPയുടെ എല്ലാ ആരോപണങ്ങൾക്കും DK ഒറ്റയടിക്ക് അന്ന് തള്ളിക്കളഞ്ഞിരുന്നു. മാത്രമല്ല, അടിയുറച്ച കോൺഗ്രസുകാരനാണ് താനെന്നും 2028 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വീണ്ടും വിജയിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധനാണെന്നും ശിവകുമാർ പറഞ്ഞിരുന്നു. അതിനുള്ള മുന്നൊരുക്കങ്ങൾ DK നടത്തിയതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കോൺഗ്രസിലേക്ക് വന്ന ഈ നേതാക്കൾ. മടയിൽ പോയി പുലിയെ പിടിക്കുക എന്ന് പറയുന്ന പോലെ BJP കോട്ടയിൽ പോയി അവരെ പിടിച്ചിരിക്കുകയാണ് DK ശിവകുമാർ.